ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു. പിന്നല്ലാതെ ഭംഗികേടല്ലെന്ന കാര്യം പോലുമാണ്. ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയതാണ്. ഈ ശബരിമലയിലെ വിഷയമൊക്കെ വലിയ തിരിച്ചടി ആയിട്ടുണ്ടോ? ശബരിമല വിഷയമൊന്നും അല്ലെന്ന്. ശബരിമല വിഷയത്തിൽ നമ്മളെന്നെ ചെയ്ത് രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും ആളുകൾ രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഈ രക്ഷയെന്നാണ്. അച്ഛൻ ഇടുക്കി പോലെയുള്ള ഒരു സ്ഥലത്ത് ഭൂപതിവ് ചട്ട ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും. അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടി വലിയപ്പം പരിശോധിക്കും. ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടി വിശദമായി പരിശോധിക്കും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ, അഥവാ LDFൻ്റെ പ്രവർത്തനങ്ങളിലാണോ, അഥവാ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണോ, ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. അതാണല്ലോ ഞങ്ങളുടെ രീതി. അതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അടിതെറ്റി നാശമായിരിക്കുകയാണ്. അതിപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ വിശദമായി നോക്കാം. ഏതായാലും തോൽവിയാണ്, അത് സമ്മതിക്കും. അത് എന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധിക്കും. തിരുത്തൽ നടപടികൾ സ്വീകരിക്കും. അതല്ലേ പോംവഴി. അല്ല പിന്നെ തോറ്റെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? തോറ്റെന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അതുകൊണ്ടൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തോൽവി നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ജയിച്ചിട്ടുണ്ട്, തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ, ഇത് വേറെ അല്ല. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഉടുമ്പൻചോലയിൽ ഉൾപ്പെടെ UDF ജയിക്കാൻ പോവാണ് അടുത്ത നിയമസഭ. അത് അവിടെ അന്നേരം കാണാം. അന്നേരം കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധികം ദൂരമില്ല. ഇല്ല, അതൊന്നും വലിയ പ്രശ്നമല്ല. ഇതൊന്നുമായി ബന്ധമില്ല. തദ്ദേശ നമ്മുടെ തെരഞ്ഞെടുപ്പ് അതിനേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സെമിഫൈനൽ എന്നൊക്കെ പറയാൻ UDFന് പറയാം, വേറെ അല്ലാണ്ട് തലയ്ക്ക് വിവരമുള്ളവരാരും പറയും. ഈ കഴിഞ്ഞ ടൈമിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത് വിലയിരുത്തപ്പെട്ടു. അത് വിലയിരുത്തപ്പെട്ടു അങ്ങനെയൊന്നുമില്ല. നീ ചുമ്മാ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ട്? നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം പോലെ തിന്നാണ്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് തോന്നി. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ പേര് ഇതുമായിട്ട് പറപ്പ് പൊളിയെന്ന് പറയും. സാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായ മേടിക്കാൻ എന്റെ ഒരു മര്യാദ ഞാൻ ജനങ്ങളുടെ പൈസ ഈ ജില്ലാ പഞ്ചായത്തിന്